പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമാർഗങ്ങളെയും ഞങ്ങളുടെ ഉദ്യമങ്ങളെയും നശിപ്പിക്കാനും തടസ്സപ്പെടുത്താനും ശ്രമിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാൽ, ദാനങ്ങളാൽ, ഫലങ്ങളാൽ നിറച്ച് ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ മക്കളെയും സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിനയം, സൗമ്യത, ആത്മസംയമനം, ജ്ഞാനം, ബുദ്ധി, അറിവ്, വിവേകം, ദൈവഭയം, ദൈവഭക്തി, എല്ലാ കൃപകളും എല്ലാ അനുഗ്രഹങ്ങളും നിറച്ച് അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ പന്തക്കുസ്ത ഒരുക്ക ധ്യാനത്തിൻ്റെ 5-ാം ദിവസത്തില്, ഈ 5-ാമത്തെ നൊവേന ദിവസത്തില് ഏറ്റവും സ്നേഹത്തോടും നന്ദിയോടും കൂടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കാർമൽ ധ്യാന കേന്ദ്രത്തിൽ ഇന്ന് ഫിനഗസ് 2026 യുവജന ധ്യാനം ആരംഭിക്കുകയാണ്. ഇന്നലെയാണ് ഇവിടെ നമ്മുടെ ധ്യാനം കഴിഞ്ഞത്. ഈ തവണ 145ഓളം പേര് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്തു. അത്രയും തന്നെ മക്കള് ഇന്ന് എത്തിച്ചേരും. നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശക്തമായ ശുശ്രൂഷകൾ ദൈവത്തെ കൂടെ നിർത്തി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ക്രൈസ്തവ ജീവിതത്തിന്റെ അഭിമാനവും ശക്തിയും സ്വന്തമാക്കി സ്വർഗത്തിന്റെ സഹായം ചോദിച്ചു വാങ്ങിച്ച് അതിസ്വാഭാവികമായ കൃപകളിൽ വളരുവാനുള്ള വലിയ ഭാഗ്യമാണ്, അവസരമാണ് ഈ ധ്യാനങ്ങളിലൂടെ കർത്താവ് നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നൽകുന്നത്. ശക്തീകരണ വിടുതൽ ധ്യാനം. നമുക്കതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. നീ 5-ാം ദിവസത്തില് പ്രിയപ്പെട്ടവനെ, നമ്മളൊക്കെ ഒത്തിരി ഭാഗ്യം കിട്ടിയവരാണ്. ആ ഭാഗ്യം അനുഭവിക്കാൻ ഭാഗ്യമില്ലാത്തവരാ നമ്മിൽ പലരും. അതായത് നമുക്ക് എന്തിനും ഏതിനും ഈശോ നൽകിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് സഹായകൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തില് 14-ാം അധ്യായത്തില് 16 മുതൽ തിരുവചന ഭാഗത്തില് ഈശോ അവിടെ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തിട്ട് ഇങ്ങനെ പറയുന്നത്: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഒരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് തരും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ പൗരോഹിത്യത്തില്, നിങ്ങളുടെ കുടുംബജീവിതത്തില്, ബിസിനസ്സില്, ജോലിയില്, മക്കളുടെ പഠനത്തില്, വളർച്ചയില്, സ്വഭാവത്തില്, എന്തിനും ഏതിനും നമ്മെ സഹായിക്കാൻ ഒരു സഹായകനെ ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്ത് തന്നിട്ടുണ്ട്. 14-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വചനം പറയണം: എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. 3 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സഹായകൻ സഹായിക്കും, പഠിപ്പിക്കുന്നവൻ പഠിപ്പിക്കും, അനുസ്മരിപ്പിക്കുന്നവൻ അനുസ്മരിപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ 3 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. ഈ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടാണ് നമ്മളൊക്കെ മാമോദിസായിലൂടെ ദൈവത്തിന്റെ മക്കളായി മാറിയത്. പക്ഷെ ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ വീണ്ടും ജ്വലിപ്പിച്ച് പരിശുദ്ധാത്മാവിന്റെ സഹായം തേടി പരിശുദ്ധാത്മാവിനാൽ പഠിപ്പിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ അനുസ്മരിപ്പിക്കപ്പെട്ട്
നമ്മൾ ജീവിക്കണം. അതെങ്ങനെയാ? സഹായം തേടണം. ഹല്ലേലൂയ. ഇവിടെ മക്കളെ, ചിലപ്പോഴൊക്കെ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ജീവിതങ്ങൾക്ക് ഒരു ഭയങ്കര അഹങ്കാരമുണ്ട്. എനിക്ക് ആരുടെയും സഹായം വേണ്ട, എനിക്ക് ദൈവത്തെ വേണ്ടെന്നേ, എനിക്ക് പള്ളി പോകണ്ട, എനിക്ക് ഉപസാരിക്കണ്ട, എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കണ്ട. ഞാൻ ഈ കഴിഞ്ഞ ധ്യാനത്തില് ഒരു ചെറുപ്പക്കാരൻ, അവന്റെ കല്യാണം കഴിഞ്ഞ ഒരു കൊച്ചുണ്ട്. അവന് ഭയങ്കര മദ്യപാനം, സിഗരറ്റ് വലി, മാത്രമല്ല ഭാര്യയെ തല്ലും, ഇങ്ങനെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഇവര് പട്ടാളക്കാരൻ, ഭയങ്കര ഒരു കൊള്ളമനുഷ്യൻ. ആ പെൺകുട്ടിയെ ഇടിച്ച് കഴുത്തിനെ പിടിച്ച് അതുപോലെ തന്നെ. അപ്പൊ അതുകൊണ്ട് പേടിച്ചിട്ട് ഈ പെൺകുട്ടി വീട്ടിൽ പോയി താമസിക്കുക. എന്നാലും ഇവന്റെ കൂടെ ജീവിക്കാനുള്ള ആഗ്രഹത്തോടെ ധ്യാനത്തിന് ഒരുമിച്ച് വന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ധ്യാനത്തിൽ ഞാൻ പറഞ്ഞു, ദൈവം നമ്മുടെ കൂടെ നിൽക്കും, എല്ലാത്തിനും ദൈവം സഹായിക്കും, പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ട്. ഇതൊക്കെ പറഞ്ഞ് ധ്യാനം ഇങ്ങനെ മുന്നോട്ട് പോകും. അതുമായിട്ട് ബന്ധപ്പെട്ട് കുമ്പസാരത്തിലേക്ക് വന്നു. അവൻ കുമ്പസാരിച്ചു എന്ന് പറയണു. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചു, 2 ദിവസത്തെ വിശുദ്ധ കുർബാന, പാപപരിഹാര ബലി, കുടുംബവൃക്ഷത്തിന്റെ സൗഖ്യത്തിന് വേണ്ടിയുള്ള വിടുതലിന്റെ ബലി, പിന്നെ അവസാനം സഭയുടെ ഔദ്യോഗികമായ ബഹിഷ്കരണ പ്രാർത്ഥന, ശക്തീകരണത്തിന്റെയും വിടുതലിന്റെയും അഭിഷേകത്താൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ശക്തി പ്രാപിക്കുന്ന അഭിഷേക പ്രാർത്ഥന. ഇതിലൊന്നും ഇവൻ പങ്കെടുത്തില്ല. അപ്പൊ എന്താ പറയണേ? എനിക്കിതിന് ആവശ്യമില്ല, എനിക്ക് വിശുദ്ധ കുർബാന വേണ്ട. നമ്മുടെ കൂടെ ഈശോ നമ്മിൽ വസിച്ച് തന്റെ പ്രവൃത്തികൾ നമ്മിൽ ചെയ്യും. ഈശോ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ, നമ്മൾ തോൽക്കാതിരിക്കാൻ നമ്മുടെ കൂടെ വസിക്കുന്ന കർത്താവിന് വേണ്ട. നോർത്തോക്കി നിങ്ങൾ. അതിനിടയ്ക്ക് അവൻ ഇറങ്ങിപ്പോയി സിഗരറ്റ് വലിക്കും. അവസാനം അവൻ പറയാണ്, എൻ്റെ ഭാര്യ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ കാണാൻ വന്നേ. അവസാനം കാണാൻ പറയും, എൻ്റെ ഭാര്യ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ പോയി ആത്മഹത്യ ചെയ്യും. ഞാൻ പറഞ്ഞു, പൊന്നുമോളെ നീ പോകരുത്. ഇവൻ പോയി ആത്മഹത്യ ചെയ്യും. പിന്നെ എന്നെ പറക്കില്ല, അച്ഛ പറയച്ച, അവരോട് എൻ്റെ കൂടെ വരാൻ പറയച്ച. ഞാൻ പറഞ്ഞു, പൊന്നുമോനെ, കുടുംബജീവിതം ജീവിക്കാൻ ദൈവത്തിന്റെ സഹായം വേണം, ദൈവത്തിന്റെ കൃപ വേണം. അതുകൊണ്ട് നീ ഒരു 4 ദിവസം പോയി, എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാനയെ പങ്കെടുത്ത് ഈശോയെ സ്വീകരിച്ച് ധ്യാനം യുവജനങ്ങൾ 22-ാം തീയതി കഴിയും. 24-ാം തീയതി നീ ചെയ്തിട്ട് വാ. ഇന്ന് എൻ്റെ അമ്മ വിളിച്ചിട്ട് എന്നെ പറയ്ക്ക, അച്ഛാ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവന്റെ ഭാര്യ വീട്ടുകാരെ കുറ്റം അമ്മ പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ സഹായം വേണം. ആ സഹായം പരിശുദ്ധാത്മാവ് തരുന്നുണ്ട്. അത് വേണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് സഹായം വേണ്ട. ഇന്ന് പല മക്കളും അങ്ങനെയാണ്. ഈ സഹായം തേടി എളിമപ്പെട്ട് സഹായം തേടി, കർത്താവേ എനിക്ക് ഒറ്റയ്ക്കൊന്നും പറ്റില്ല, എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണില്ല, എനിക്ക് മദ്യപിക്കാണ്ടിരിക്കാൻ പറ്റണില്ല, എനിക്ക് ഭാര്യയെ തല്ലാതിരിക്കാൻ പറ്റണില്ല, എനിക്ക് പറ്റണില്ല. ഒത്തിരി കാര്യങ്ങൾ, പറ്റായ്മകൾ നമുക്ക് എന്തോരമുള്ള, പഠിക്കാൻ പറ്റണില്ല, പരീക്ഷ എഴുതാൻ പറ്റണില്ല, പരീക്ഷ ജയിക്കാൻ പറ്റണില്ല, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റണില്ല, ജോലി കിട്ടണില്ല, ആകപ്പാടെ പല പല പ്രശ്നങ്ങൾ. ഇവിടെയൊക്കെ നമ്മെ സഹായിക്കാൻ ഈശോ തന്ന സഹായകനാണ്, വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ മക്കളെ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ വേണ്ടി നമ്മൾ അതുപോലെ ആഗ്രഹിച്ച് എളിമപ്പെട്ട്, അഹങ്കാരം എനിക്ക് വേണ്ട, എനിക്ക് കുമ്പസാരം വേണ്ട, കുർബാന വേണ്ട, ദൈവം വേണ്ട, പരിശുദ്ധാത്മാവ് വേണ്ട, അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ ആർക്ക് സഹായിക്കാൻ പറ്റും മക്കളെ? അതുകൊണ്ട് ഈ വലിയ തിരിച്ചറിവോടുകൂടി ഈ ദിവസങ്ങളിൽ നമ്മൾ എളിമപ്പെട്ട് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് കുമ്പസാരിക്കാം. നമ്മളൊക്കെ പാപികളാണ്. പാപം നിറഞ്ഞ ശരീരത്തിലും വക്രതയുള്ള ഹൃദയത്തിലും പരിശുദ്ധാത്മാവ് വരില്ല. പരിശുദ്ധാത്മാവ് പരിശുദ്ധനായ ദൈവത്തിന്റെ ആത്മാവാണ്. അതുകൊണ്ട് ഇതുപോലെ ഒരുങ്ങണം. പിന്നെ ദാഹിക്കണം. ദാഹാർത്തരെ മറക്കരുത്. ദാഹാർത്തരെ പറയാറുണ്ടല്ലോ, ദാഹം മാത്രം പോരാ, ആർത്തിയും വേണം. എനിക്ക് പരിശുദ്ധാത്മാവിന് വേണം. നമ്മുടെ ചില മക്കളോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മക്കളെ ഈ യോഹന്നാൻ 14:26 വെച്ച് പഠിക്കും. ഇങ്ങനെ പറ, എന്നെ സഹായിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവേ, എന്നെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവേ,
പഠിച്ച കാര്യം അനുസ്മരിപ്പിക്കുമെന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവേ, ഈ പഠനത്തിൽ, ഈ വിഷയത്തിൽ എന്നെ സഹായിക്കണം, എന്നെ പഠിപ്പിക്കണം, എന്നെ അനുസ്മരിപ്പിക്കണം. അങ്ങനെ അങ്ങയാൽ സഹായിക്കപ്പെട്ട്, അങ്ങയാൽ പഠിപ്പിക്കപ്പെട്ട്, അങ്ങയാൽ അനുസ്മരിപ്പിക്കപ്പെട്ട് എൻ്റെ പരീക്ഷ, എൻ്റെ ഇന്റർവ്യൂ, എൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യട്ടെ. അങ്ങനെ ഈ പരിശുദ്ധാത്മാവിനെ കൊണ്ട് എളിമപ്പെട്ട് സഹായം തേടി പഠിച്ച അനേക മക്കൾക്ക് പരിശുദ്ധാത്മാവ് നൽകിയ വിജയം വളരെ വലുതാണ്. ഇത് കെട്ടുകഥയല്ല മക്കളെ, ഇത് കെട്ടുകഥയൊന്നുമല്ല, ഇത് റിയൽ. നമുക്കിത് കാണുന്നുണ്ടല്ലോ. അതിനുവേണ്ടി അപ്പസ്തോലന്മാര് 120 വരുന്ന ആദിമ സഭ മാതാവിന്റെ മധ്യസ്ഥയിലിരുന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മ നിറഞ്ഞു കഴിഞ്ഞപ്പോ അപ്പസ്തോലന്മാർ വന്നിട്ട് നിങ്ങൾ ശക്തി പ്രാപിക്കും. പിന്നെ അവര് ശക്തി പ്രാപിച്ചിട്ട് ചെയ്ത പ്രവൃത്തികള്, അവരിൽ വന്ന മാറ്റങ്ങള്, അവരല്ല, അവരിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ, പരിശുദ്ധാത്മാവിന്റെ പഠിപ്പിക്കുന്നതിനാൽ, പരിശുദ്ധാത്മാവിന്റെ അനുസ്മരിപ്പിക്കലാൽ വചനം പറയുന്നു, രഹസ്യങ്ങൾ പറയുന്നു, ദൈവിക ജ്ഞാനം പറയുന്നു. അവർക്ക് ഭയങ്കര ധൈര്യം. എന്താ മാറ്റം! അതുകൊണ്ട് മക്കളെ, നമുക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി എളിമയോടെ പ്രാർത്ഥിക്കാം. സഹായം വേണ്ടെന്ന് പറയരുത്. അതാണ് നമ്മുടെ മക്കൾക്കൊക്കെ പറ്റിയ പല കുടുംബങ്ങളിലും വൈദികർക്കും സന്യസ്തർക്കും ഈ സഹായം തേടി അതിലൂടെ പഠിപ്പിക്കപ്പെടുന്ന, അനുസ്മരിപ്പിക്കപ്പെടുന്ന, നയിക്കപ്പെടുന്ന ഒരു ജീവിതം ജീവിക്കാൻ പല മേഖലകളിലും സാധിക്കാതെ പോയി. ബിസിനസ്സിൽ, ജോലിയിൽ, പഠനത്തിൽ, ശുശ്രൂഷയിൽ, പൗരോഹിത്യ മേഖലയിൽ സാധിക്കാതെ പോയതിൻ്റെ ഒരു വളർച്ചക്കുറവും അതിൻ്റെ പോരായ്മകളും അതിയായ അവസ്ഥയിൽ നമ്മെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 5-ാം ദിവസത്തിൽ ദിവ്യാനുസരണത്തിൽ ഏറ്റവും എളിമയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകപ്പെട്ട വാഗ്ദാനമാണ്, നമ്മുടെ സഹായകനാണ്, പഠിപ്പിക്കുന്നവനാണ്, അനുസ്മരിപ്പിക്കുന്നവനാണ്. അത് നമ്മൾ വിളിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് സഹായം തേടി ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളുടെ പരീക്ഷകളൊക്കെ പലതും നടന്നുകൊണ്ടിരിക്കുന്നു. റിസൾട്ട് കുറേയൊക്കെ വന്നു കഴിഞ്ഞു. ഇനി മക്കളുടെ ഭാവി പഠനങ്ങൾ, എന്ത് പഠിക്കണം, ഒത്തിരി കൺഫ്യൂഷനുള്ള മക്കളുണ്ട്. നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് അതിനൊക്കെ നമ്മുടെ മക്കളെ സഹായിക്കട്ടെ. മക്കളോടും ഈ വചനം പറഞ്ഞു കൊടുക്കണം. യോഹന്നാൻ 14:26 ഈ വചനം വച്ച് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ പറ. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, പരീക്ഷ എഴുതുമ്പോൾ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ, അഡ്മിഷന്റെ കാര്യത്തിൽ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞോ. പരിശുദ്ധാത്മാവ് വാഗ്ദാനമാണ്, സഹായിക്കാൻ, പഠിപ്പിക്കാൻ, അനുസ്മരിപ്പിക്കാൻ, എല്ലാം ചെയ്യാൻ. അതുകൊണ്ട് ഈ സമയത്ത് പ്രത്യേകിച്ചും ഈ പെന്തക്കോസ്ത നമ്മുടെ മക്കളുടെ ഭാവി ജീവിതത്തെ ഒത്തിരി സ്വാധീനിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളോടും പറഞ്ഞു കൊടുക്കുക. നോവേനി പങ്കെടുക്കാൻ പറയാം. നമ്മൾ 24-ാം തീയതി ഞായറാഴ്ച രാവിലെ നമുക്കൊരു 10 മണിക്ക് വിശുദ്ധ കുർബാന കാർമൽ ധ്യാന കേന്ദ്രത്തിൽ നമുക്ക് വയ്ക്കാം. അതിനുശേഷം നമ്മൾ ആരാധനയിൽ വലിയൊരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ തൈലാഭിഷേകമൊക്കെ കൈവപ്പിച്ച് സൂക്ഷിച്ച് തൈലാഭിഷേക പ്രാർത്ഥനയൊക്കെ നടത്തി നമുക്കൊരു 12 മണിയോടുകൂടി സമാധാനത്തോടുകൂടി അഭിഷേകം പ്രാപിച്ച് പോകാനിടയാകട്ടെ. ഇപ്പം 10 മണിന്ന് ഇപ്പം തീരുമാനിക്കുകയാണ്. നമുക്ക് 10 മണിക്ക് ഒരുമിച്ച് കൂടാം. കർത്താവിന്റെ സന്നദ്ധിയിൽ വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ഉന്നതമായ അഭിഷേകം പ്രാപിച്ച് പെന്തക്കോസ്ത വലിയൊരു അഭിഷേകമായിട്ട് മാറട്ടെ. വീണ്ടും ഇന്നോവേനി പങ്കെടുക്കാൻ അനേക മക്കൾ നിങ്ങൾ ആഹ്വാനം ചെയ്യാം. ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കണോ, രക്ഷപ്പെടണോ, ഫലം പുറപ്പെടുവിക്കണോ, ഈ സഹായകൻ നമ്മിൽ ഇതുപോലെ പ്രവർത്തിക്കണം. നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിങ്ങൾ അച്ഛനോട് പ്രത്യേകം പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ധ്യാനത്തിന് ഇവിടെ വേറെ അച്ഛന്മാർ ആരും തന്നെ ഉണ്ടായില്ല. അച്ഛനും പിന്നെ ഇവിടുത്തെ റീജൻസി ബ്രദറും പിന്നെ ഒരു ശുശ്രൂഷകനായ ഒരു ബ്രദറുമാണ് ക്ലാസ് എടുക്കാനുണ്ടായിരുന്നത്. പ്രിയപ്പെട്ട, എന്നാലും കർത്താവ് അതിശക്തമായിട്ട് നയിച്ചു. എല്ലാ കാര്യങ്ങളും അഭിഷേകത്തോടെ പോയി. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന, എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറേ പേരുണ്ട്. നിങ്ങളാണ് അതിനൊരു ബലം, അതിനൊരു കരുത്ത്, അതിനൊരു വിശ്വാസം, ഒരു ധൈര്യം ഉണ്ട്. ചിലപ്പോഴൊക്കെ രാവിലെ നിൽക്കുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ 5 മണിക്കൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 10 മണി 11 മണി വരെ നിരന്തര ശുശ്രൂഷയാണ്. പക്ഷേ ഒരു ബലം, അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ബലം. ഇന്ന് നമ്മുടെ യുവമക്കളുടെ ധ്യാനം ആരംഭിക്കുകയാണ്. ഫിനഗസ് അനേകം മക്കൾ കടന്നു വരുന്നുണ്ട്. നിങ്ങൾ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണം. കാർമൽ ധ്യാന കേന്ദ്രത്തിനും ടീമംഗങ്ങൾക്കും വേണ്ടി അൾത്താര മുതൽ അടുക്കള വരെ
ശുശ്രൂഷ ചെയ്യുന്ന മക്കളുണ്ട്. അച്ഛൻ വചനം പങ്കുവയ്ക്കുമ്പോൾ അതേസമയം അതിനേക്കാളും വലിയ ശുശ്രൂഷയാണ് അടുക്കളയിൽ നമ്മുടെ മക്കൾ ചെയ്യുന്നത്. പ്രിയപ്പെട്ട ശുശ്രൂഷകർ, അവർക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഈ കാർമൽ ധ്യാന കേന്ദ്രത്തിലെ ധ്യാന ശുശ്രൂഷ, ദിവ്യകാരുണ്യ യാത്രകള്, ഉപവാസ പ്രാർത്ഥനകള്, മറ്റ് മധ്യസ്ഥ പ്രാർത്ഥനകള്, ഇതിലേക്ക് കുറെ ശുശ്രൂഷകരെ അച്ഛൻ്റെ കൂടെ നിന്ന് ശുശ്രൂഷ ചെയ്യാനും ഈ ധ്യാന കേന്ദ്രത്തെ സഹായിക്കാനും കുറെ മക്കളെ ആഗ്രഹമുണ്ട് അച്ഛൻ്റെ കൂടെ നിൽക്കാൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ അച്ഛൻ്റെ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 2 ശനിയാഴ്ച കൺവെൻഷനൊക്കെ വരിക. നമുക്ക് പ്രാർത്ഥിച്ച് കർത്താവിന് വേണ്ടി, അനേകം ആത്മാക്കൾക്ക് വേണ്ടി തിന്മയ്ക്കെതിരെ പോരാട്ടത്തിൽ, അതിശക്തമായ പോരാട്ടത്തിൽ ഒരുമിച്ച് നിൽക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രചോദിപ്പിക്കട്ടെ, പ്രേരിപ്പിക്കട്ടെ. ഇതിനായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ കൂടെ വസിച്ചുകൊണ്ട് ഞങ്ങളാരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി അങ്ങയെ തന്നെ തന്നുകൊണ്ടാണല്ലോ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നത്. ആ വലിയ സ്നേഹത്തിലായിരിക്കുവാൻ ദിവ്യകാരുണ്യമായിട്ട് അങ്ങ് എപ്പോഴും ഞങ്ങളുടെ കൂടെ വസിക്കുന്നു. നിത്യാരാധനയില്, സക്രാരിയുടെ സാന്നിധ്യത്തില്, ദേവാലയത്തില് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട്. ഓരോ ആരാധനയിലും അങ്ങയെ തന്നെ തരുമ്പോ അങ്ങയെ സ്വീകരിക്കുവാനുള്ള, അങ്ങയെ കൂടെ നിർത്താനുള്ള കൃപയും ആ വലിയ അനുഗ്രഹവും അങ്ങ് ഞങ്ങൾക്ക് തരണമേ. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വലിയൊരു സഹായകനെ തന്നു. പരിശുദ്ധാത്മാവിനെ അങ്ങ് ഞങ്ങൾക്ക് നൽകി. അങ്ങയുടെ നാമത്തില് പിതാവയ്ക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിക്കുമെന്നും അനുസ്മരിപ്പിക്കുമെന്നും അങ്ങ് പറഞ്ഞു. കൂടെ നിന്ന് സഹായിക്കാനൊരു സഹായകൻ, പഠിപ്പിക്കാനൊരു സഹായകൻ, അനുസ്മരിപ്പിക്കാനൊരു സഹായകൻ. ഞങ്ങൾ എത്രയോ ഭാഗ്യപ്പെട്ടവർ. ഞങ്ങളുടെ മക്കള് എത്രയോ ഭാഗ്യപ്പെട്ടവർ. എന്നാൽ പലപ്പോഴും കർത്താവെ, സഹായം തേടാതെ, അങ്ങയെ വേണ്ട, പരിശുദ്ധാത്മാവിനെ വേണ്ട, പരിശുദ്ധാത്മാവിനെ ഗവനിക്കാതെ, പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കാതെ, അങ്ങയുടെ കൂടെ ഇരിക്കാതെ, അങ്ങയെ സ്വന്തമാക്കാതെ, ഈശോയെ, ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ പുരോഹിതരും സന്യസ്തരും അഭിവന്യ പിതാക്കന്മാരും ഞങ്ങൾ സഭ മുഴുവനും കർത്താവെ അതിലൊത്തിരി വീഴ്ച വരുത്തിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവ് ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഈ 2026 പന്തക്കുസ്ത ഒരുക്ക ദിനങ്ങളിൽ, ഈ ഒരുക്ക ധ്യാനത്തിലായിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾ തന്നെ പരിശോധിക്കുന്നു. അങ്ങ് ഞങ്ങളെ സഹായിക്കാൻ കൂടെ വന്നിട്ട് അങ്ങയുടെ സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് അയച്ചു തന്നിട്ട് കർത്താവെ അത് സ്വന്തമാക്കേണ്ട പോലെ സ്വീകരിച്ച് ജീവിക്കുമെന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടല്ലോ. ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക്, ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലേക്കും പരിശുദ്ധാത്മാവെ അങ്ങ് കടന്നു വരണം. ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ പഠിപ്പിക്കണം, ഞങ്ങളെ അനുസ്മരിപ്പിക്കണം, ഞങ്ങളെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി അങ്ങയാൽ ഞങ്ങൾ ഓരോരുത്തരും, ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കുടുംബങ്ങളും നയിക്കപ്പെടുമാറാകണം. വലിയ ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാറ്റിനെയും നവീകരിക്കുന്നവനും വിശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അവിടുന്ന് ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും അവിടുത്തെ സ്നേഹത്തിന്റെ കതിരുകൾ ഞങ്ങളിൽ പരത്തുകയും ചെയ്യണമേ. നിത്യവും ഞങ്ങളിൽ വസിക്കുന്നവനായ പരിശുദ്ധാത്മാവേ, അനുതാപത്തിന്റെ അരൂപി ഞങ്ങൾക്ക് തരണമേ. പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും ഞങ്ങളെ അകറ്റണമേ. എല്ലാ വിജ്ഞാനത്തിന്റെയും അറിവിന്റെയും ഉറവിടമായ പരിശുദ്ധാത്മാവേ, യേശുവിന്റെ വചനങ്ങളാൽ ഞങ്ങളെ പ്രബുദ്ധരാക്കണമേ. കർത്താവിനെ അനുസരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും പ്രത്യാശയിൽ ഞങ്ങളെ നടത്തുകയും ചെയ്യണമേ. വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവനും ദുഃഖിതരെ ആനന്ദിപ്പിക്കുന്നവനുമായ പരിശുദ്ധാത്മാവേ, അവിടുത്തെ സമാശ്വാസത്തിന്റെ ശീതള ഛായയിൽ ഞങ്ങളെ നിർത്തണമേ. സ്നേഹത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ വളർത്തണമേ. അഗതികളുടെ ആശ്രയവും വരങ്ങളുടെ ദാതാവുമായ പരിശുദ്ധാത്മാവേ, അവിടുത്തെ അനുഗ്രഹത്തിന്റെ സമൃദ്ധിയാൽ ഞങ്ങളുടെ ദാരിദ്ര്യം അകറ്റണമേ. മനസ്സിന്റെ ശൂന്യത മാറ്റി ഹൃദയത്തെ ഉജ്ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ മധ്യസ്ഥനും സഹായകനും പഠിപ്പിക്കുന്നവനും അനുസ്മരിപ്പിക്കുന്നവനും മാർഗവുമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വഴികൾ അങ്ങ് നേരെയാക്കുകയും ഞങ്ങളെ പഠിപ്പിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും അനുസ്മരിപ്പിക്കുകയും വഴിതെറ്റിപ്പോയവരെ നേർവഴിക്ക് തിരിക്കുകയും ചെയ്യണമേ. പ്രത്യേകമാവിധത്തില് ഞങ്ങളുടെ യുവമക്കളെ, വഴിതെറ്റിപ്പോയ മക്കളെ, കുഞ്ഞുമക്കളെയും നേരായ വഴിയിലേക്ക് പരിശുദ്ധാത്മാവേ സുബോധത്തോടെ തിരിച്ചു കൊണ്ടുവരണമേ. സത്യത്തിലും നീതിയിലും ഞങ്ങളെ നടത്തണമേ. ഐക്യത്തിന്റെ നിദാനമായ പരിശുദ്ധാത്മാവേ, അകന്നു പോയവരെ അടുപ്പിക്കുകയും ഭിന്നതകൾ അകറ്റുകയും ചെയ്യണമേ. ഞങ്ങളുടെ നെടുവീർപ്പുകളിലും വിലാപങ്ങളിലും ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ സമ്മേളനങ്ങളെയും കൂട്ടുകെട്ടുകളെയും എല്ലാ ആഘോഷങ്ങളെയും അങ്ങ് നയിക്കുകയും ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളും വിജയിപ്പിക്കുകയും ചെയ്യണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ദിവ്യകാരുണ്യശോയെ, അങ്ങയുടെ വലിയ ആഗ്രഹമാണല്ലോ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിലും പഠിപ്പിക്കലിലും അനുസ്മരിപ്പിക്കലിലും ഞങ്ങൾ ജീവിക്കണം, വളരണം, ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കണമെന്നുള്ളത്. ഈശോയെ, അതിനായിട്ട് ഞങ്ങളെയും ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ മുഴുവൻ സമർപ്പിക്കുന്ന കർത്താവെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അങ്ങേ തൃപ്പാദത്തിങ്കൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളിൽ, ജീവിതങ്ങളിൽ, ഉദ്യമങ്ങളിൽ, മക്കളുടെ പഠനം, ഇപ്പോഴത്തെ അവസ്ഥകൾ, ഭാവി ജീവിതം, ഏത് കോഴ്സ് എടുക്കണം, എല്ലാത്തിനും പരിശുദ്ധാത്മാവ് മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, എല്ലാ മക്കളെയും സഹായിക്കട്ടെ. അതിനുവേണ്ടി പഠിപ്പിക്കട്ടെ, അനുസ്മരിപ്പിക്കട്ടെ. എല്ലാ കൃപാദാനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ സഹായവും എല്ലാ വരങ്ങളും ചിന്തി പഠിപ്പിക്കപ്പെടാനും നയിക്കപ്പെടാനും നിയന്ത്രിക്കപ്പെടാനും അനുസ്മരിപ്പിക്കപ്പെടാനും വേണ്ട അഭിഷേകത്തിനു വേണ്ടി മക്കളെയും കുടുംബത്തെയും നാം എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിച്ച മക്കളെ ശിവേ നന്ദി കർത്താവേ സ്തുതിക്കുന്നു.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ നന്ദി കർത്താവേ, അങ്ങയുടെ സഹായകനായ പരിശുദ്ധാത്മാവിനെ നൽകിയതിനെ ഓർത്ത്, അങ്ങയെ തന്നെ തന്ന് കൂടെ വസിച്ച് ഞങ്ങളെ നയിക്കുന്നതിനെ ഓർത്ത് നന്ദി ഈശോയെ. അങ്ങയുടെ സഹായം തേടി എളിമയോടുകൂടി അങ്ങയാൽ നയിക്കപ്പെടാൻ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾക്കും ഇടയാകട്ടെ. ആമേൻ.